ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷുവിൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെയും പോലെ തന്നെ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് നമ്മുടെ അനാലിസിസ് തുടങ്ങാം. നിഫ്റ്റി നമ്മൾ പറയുകയുണ്ടായി, നിഫ്റ്റിക്ക് ഈ ഒരു ലെവൽ ഒരു ഡിമാൻഡ് സോണാണെന്ന് പല വീഡിയോയിൽ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് സോണിൻ്റെ താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഡിമാൻഡ് സോണിന് മുകളിൽ തട്ടിയിട്ട് ഒരു ചെറിയൊരു ബൈങ് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ബൈങ് സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞില്ല. കാരണം മാർക്കറ്റിൽ എക്സ്ട്രീംലി ബെയറിഷ് പ്രഷർ വന്നു. അതിനുശേഷം ഒരു എക്സ്ട്രീം ബെയറിഷ് മൂവിനോട് കൂടി തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനി വരുന്ന സമയങ്ങളിൽ ചെറിയൊരു മൂവ് കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് കയറുമ്പോൾ ഈ ഒരു ലെവൽ വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഡിമാൻഡ് സോൺ ആയിരുന്നു, സപ്പോർട്ട് സോൺ ആയിരുന്നു. പക്ഷേ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തതുകൊണ്ട് അതൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ടാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെറിയ റിവേഴ്സിൽ താഴത്തേക്ക് വരാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ നിഫ്റ്റി നമുക്ക് 200 ഡേ പീരീഡ് മൂവിങ് ആവറേജ് ഇവിടെ 2-3 പ്രാവശ്യം ബൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ലെവൽ, അതായത് ആ 200 ഡേ പീരീഡ് മൂവിങ് ആവറേജ് എന്ന ലെവൽ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു നെഗറ്റീവ് ടെറിട്ടറി, അതായത് ഒരു ബെയറിഷ് മാർക്കറ്റായിട്ട് നമുക്ക് ഇത് കാണാം. കാരണം നമ്മൾ 200 ഡേ പീരീഡ് മൂവിങ് ആവറേജിന് താഴെയാണ് നിഫ്റ്റി ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ അനാലിസിസ് അത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു സ്വിംഗ് ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആണ് നിഫ്റ്റിനേക്കാളും കൂടുതൽ ആവശ്യം, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിലേക്ക് ഒന്ന് നോക്കി നോക്കാം. നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് ആണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി ബെയറിഷ് സൈറ്റാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഈ ഒരു ലെവലിൽ ഇവിടെ ചെറിയൊരു ഒരു ഗ്യാപ്പും കൂടെ തന്നിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് തിരിച്ചു വരുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണുന്നത് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രീംലി ബെയറിഷ് പ്രൈസ് ആക്ഷൻ ആണ്. ഇങ്ങനത്തെ ഒരു എക്സ്ട്രീംലി ബെയറിഷ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോളാണ് കാണുന്നത്. ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ഫോളുകൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ അതിനനുസരിച്ച് ഒരു ബൗൺസ് മുകളിലേക്ക് വരും. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ വിത്ത് എക്സാമ്പിൾ കാണിച്ചിട്ടാണെങ്കിൽ ഇവിടുന്ന് നോക്കി, ഇവിടുന്ന് താഴത്തേക്ക് 7% സ്ട്രെയിറ്റ് ഫോൾ വന്നു, അതിനുശേഷം ബൗൺസ് വന്നു. ഇവിടെയും അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ഫോൾ 8% ഒരു ബൗൺസ്. ഈ ഒരു ബൗൺസ് ഇത്ര ബൗൺസ് ചെയ്യുമോ അതോ ഇവിടുന്ന് ഇത്രയും ദൂരം ബൗൺസ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ നോക്കി തന്നെ കണ്ടിരിക്കുന്നു. പക്ഷേ ബൗൺസ് വരാം എന്നുള്ള പ്രോബിലിറ്റി എക്സ്ട്രീംലി ഹൈ ആണ് ഇപ്പോഴത്തെ കേസിൽ. കാരണം ഈ ഒരു ഫോൾ ഓൾമോസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ, അതായത് ഓൾമോസ്റ്റ് സെയിം ലെവലിൽ നിന്നാണ് നമ്മൾ ഫോളിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലേ? ഈ ഒരു ലെവലിൽ നിന്നാണ് രണ്ട് സമയത്തും ഫോളിങ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടം വരെ ഫോളോ ചെയ്തിട്ട് ഇത്രയും റാലി ചെയ്തു. അപ്പോൾ എന്തായാലും അതിനേക്കാളും കൂടുതൽ ഫോളോ ചെയ്തുകൊണ്ട് നല്ലൊരു റാലി തന്നെ എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ബൗൺസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും. അതുപോലെ ഈ ഒരു ലെവലിലേക്ക് ബൗൺസ് വന്ന് ഇവിടുന്ന് ബൗൺസ് ഈ ലെവലിലൊക്കെ ചെറിയ റെസിസ്റ്റൻസ് എടുക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവലിലൊക്കെ എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കണം നമ്മുടെ ഫർദർ ട്രേഡിംഗ് പ്ലാൻസും കാര്യങ്ങളും. അപ്പോൾ റൈറ്റ് നൗ നിങ്ങളെല്ലാവരും ക്യാഷിലായിരിക്കും ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ട്രേഡ്സ് എടുക്കണമെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ചെറിയൊരു ഗ്രീൻ ക്യാൻഡിലൊക്കെ കിട്ടിയൊരു ബൗൺസ് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു 1-2 റിവേഴ്സൽ പ്ലേസ് അല്ലെങ്കിൽ റിവേഴ്സൽ പൊസിഷൻസ് എടുത്ത് പ്ലേ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ്. അപ്പം ഞാനൊരു റിവേഴ്സൽ പ്ലേൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഗണേഷ് ഹൗസിംഗ് കോപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് സ്ട്രെയിറ്റ് ഫോൾ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനിത് ഇവിടെ ട്രേഡ് എടുത്തിരുന്നു. ആ ട്രേഡ് ഞാൻ ഏകദേശം ഇവിടെ കുറച്ച് വിറ്റ് കളഞ്ഞു. ബാക്കി ഞാൻ മുകളിലേക്ക് ഞാൻ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു എൻ്റെ 20 EMA എന്ന ട്രേഡിംഗ്. അപ്പോൾ ഓൾമോസ്റ്റ് എവിടെ നിന്ന് 19% പക്ഷേ ഞാൻ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തില്ല. തിരിച്ച് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഈ ഒരു 20 EMAക്ക് താഴെ ക്ലോസ് ചെയ്തപ്പോഴാണ് ഞാൻ ട്രേഡ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ്സ് ഞാൻ അവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ റിവേഴ്സൽ പ്ലേക്ക് ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചു തന്നത്. അതായത് എക്സ്ട്രീം ഫോൾ, സഡൻ ഫോൾ വന്നു അതിനുശേഷം ചെറിയ ബൈങ് മാർക്കറ്റിൽ, അതായത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിലും ചെറിയ ബൈങ് വരുന്ന സമയത്തായിരിക്കും നമ്മളിവിടെ ബൈ ചെയ്യേണ്ടത്. സെയിം തിങ് ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് ഫോൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫോൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ലെവലിലൊക്കെ ബൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. കാരണം സ്ട്രെയിറ്റ് ഫോളാണ്, അല്ലേ? ഫുൾ റെഡ് ക്യാൻഡിൽസ് മാത്രം വന്നിട്ട് ഈ ഒരു ഫോളിനേക്കാളും ബെറ്ററായിട്ട് ഈ ഒരു ഫോളാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം കുറച്ചുകൂടി എക്സ്ട്രീം ബെയറിഷ് പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഫോളുകൾ നോക്കി, എന്നിട്ടും അതും 50-day മൂവിങ് ആവറേജിന് മുകളിലാണെങ്കിൽ അത്രയും ബെറ്റർ. അങ്ങനത്തെ ഒരു ഫോൾ വന്ന് 50-day മൂവിങ് ആവറേജിൻ്റെ മുകളിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് മാർക്കറ്റും ചെറിയ രീതിയിൽ റിക്കവർ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ എന്താണ് 26 ഡിസംബർ, അപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 26 ഡിസംബറിൽ നോക്കി ഈ ഒരു ഫോൾ നിന്നു, പിന്നെ ചെറിയ ചെറിയ ക്യാൻഡിൽസ് ആണ് വരുന്നത്. അതായത് ബിയേഴ്സ് ആൻഡ് ബുൾസ് ഒരു ഇക്വിലിബ്രിയത്തിലെത്തി. ഇപ്പോൾ ബിയേഴ്സ് അതായത് ബെയറിഷ് ആയിട്ട് മാത്രമല്ല മാർക്കറ്റ് ഇരിക്കുന്നത്, ബുൾസ് തിരിച്ച് കയറിയിട്ട് ബെയർസും ബുൾസും ഒരേ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ലെവലിൽ കാരണം നമുക്കറിയാം 1, 2, 3 ഡോജി ക്യാൻഡിൽസ് പോലെ വരുന്നുണ്ട്. അപ്പോൾ ആ ലെവലിൽ നമുക്ക് ചെറിയ രീതിയിൽ റിവേഴ്സൽ ട്രേഡ്സ് എടുത്ത് നോക്കാം. വിജയിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ലോസ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ റിവേഴ്സൽ ട്രേഡ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് റിവേഴ്സൽ ട്രേഡ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ കൂടുതൽ വീഡിയോസ് റിവേഴ്സൽ ട്രേഡ്സിനെ കുറിച്ച് ചെയ്യുന്നതായിരിക്കും. കാരണം 2025 മാർക്കറ്റ്സ് കുറച്ചും കൂടി എക്സ്ട്രീംലി വോളറ്റൈൽ ആയിരിക്കും, കുറച്ചും കൂടി ബെയറിഷ് ആവാനുള്ള പ്രോബിലിറ്റി വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ റിവേഴ്സൽ ട്രേഡ്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ ചാൻസസ് മാർക്കറ്റിൽ വരാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് റിവേഴ്സൽ ട്രേഡ്സ്. കാരണം മാർക്കറ്റ് കൂടുതൽ ബെയറിഷ് ആയിരിക്കും. അപ്പോൾ ബെയറിഷായി വളരെയധികം ബെയറിഷായി ഓവർസോൾ സിനാരിയോസിലേക്ക് വന്നിട്ട് മാർക്കറ്റ് ചെറിയ രീതിയിൽ ബൗൺസ് ചെയ്യും. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് റിവേഴ്സൽ ട്രേഡ്സ് ട്രൈ ഔട്ട് ചെയ്യുന്നതാണ്. കാരണം ഈ ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ ഇത്രയും വീണ് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് സ്ട്രെയിറ്റ് താഴ്ത്തിട്ട് പോയിക്കൊണ്ടേയിരിക്കില്ല. അപ്പോൾ എപ്പോഴും ചെറിയൊരു മൂവ് വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോയിട്ടായിരിക്കും താഴത്തേക്ക് വരിക. അപ്പോൾ ആ മുകളിലേക്ക് പോകുന്ന മൂവിനെ ക്യാപ്ചർ ചെയ്യാനാണ് നമ്മളിവിടെ റിവേഴ്സൽ ട്രേഡ്സ് കൊണ്ട് ശ്രമിക്കുന്നത്. ഓക്കെ, so that is all about reversal trades and Nifty mid cap small cap 400 index. അപ്പോൾ Nifty mid cap small cap 400 index എക്സ്ട്രീംലി ബെയറിഷ് ആണ്, അതുപോലെ തന്നെ എക്സ്ട്രീംലി ഓവർ സോൾഡും ആണ്. ഇപ്പോൾ ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഒരു ബൗൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് നമ്മുടെ അനാലിസിസ്. ഇനി നമുക്ക് ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോവാം. സോ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അപ്പോൾ 20 EMA നോക്കുകയാണെങ്കിൽ 8.85% ഓഫ് സ്റ്റോക്സേ അതിൻ്റെ 20 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിലുള്ളൂ. അതിൻ്റെ അർത്ഥം എക്സ്ട്രീംലി ഓവർ സോൾഡ് കണ്ടീഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിങ്ങൾ നോക്കിയേ 11% ആയപ്പോഴും ചെറിയൊരു ബൗൺസ് വന്നു, 13% ചെറിയ ബൗൺസ് വന്നു. അപ്പോൾ 8% ഡെഫിനറ്റ്ലി ഒരു ബൗൺസ് വരണം ഐഡിയൽ കേസ് സിനാരിയോ. അല്ലെങ്കിൽ അത്രയും മോശമായിട്ട് മാർക്കറ്റ് സിനാരിയോ വന്നാൽ മാത്രമേ ഇവിടെ നിന്നൊരു ബൗൺസ് കിട്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ബൗൺസ് ചെറിയ രീതിയിൽ ബൗൺസ് ചെയ്ത് താഴ്ത്തിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് എബവ് 40 അല്ലെങ്കിൽ ക്ലോസ് ടു 50% ലെവലിലേക്ക് ഒരു ബൗൺസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ പെർസെൻറ്റേജ് സ്റ്റോക്സ് അപ്പോൾ 50 EMA നോക്കുകയാണെങ്കിൽ സെയിം സിനാരിയോ ആണ്. അതും ലൈക്ക് 14%, അതായത് 15% താഴെ വന്നിട്ട് അതും ഒരു ഓവർ സോൾഡ് സിനാരിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. റൈറ്റ്. സോ നമ്മുടെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സും ബ്രെഡ്ത്ത് അനാലിസിസും എല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ഓവർ സോൾഡ് സെനാരിയോ ആണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ നിന്നൊരു ബൗൺസ് വരും. ഇപ്പോൾ ബൗൺസ് വരാൻ നിങ്ങൾ വളരെ നല്ല രീതിയിൽ എക്യുപ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എക്യുപ്ഡ് അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ബൗൺസ് പ്ലേ ചെയ്യണമെന്ന് അറിയില്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ കൂടുതൽ വീഡിയോസ് റിവേഴ്സൽ ബൗൺസസിനെ കുറിച്ച് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ഹാപ്പി ട്രേഡിംഗ്. ബൈ.